ഹായ് ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സീഷാങ്ങിന്റെ അടുത്തേക്ക് ജാങ് വരികയും റിസൈനിങ് ലെറ്റർ കൊടുക്കുകയും ചെയ്യുകയാണ്. സീഷാങ് ജാങ്ങിനോട് ചെയ്തത് ജാങ്ങിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് ചെവി കേൾക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ സീഷാങ് അവനെ എളുപ്പത്തിൽ പറ്റിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ആ ഒരു വിഷമത്തിലാണ് ആ വീട്ടിലെ ജോലി ജാങ് അവസാനിപ്പിക്കുന്നത്. സീഷാങ് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇതെല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, നീ പോകരുത്. നിനക്ക് ആ വലിയ കെയർടേക്കർ കമ്പനിയിൽ ജോലി വേണ്ടേ? പക്ഷെ ജാങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവന്റെ സാധനങ്ങളെല്ലാം വേഗം തന്നെ പാക്ക് ചെയ്ത് വേഗത്തിൽ പോകാനായിട്ട് നോക്കുകയാണ്. സീഷാങ് ജാങ്ങിനെ തടയാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ജാങ്ങിന്റെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടും അവന്റെ ബാഗ് വാങ്ങി വെച്ചിട്ടും അങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാങ് വേഗം തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ജോൺദൻ വന്നിട്ട് ജാങ് ഇറങ്ങി പോകാൻ മാത്രം നീ എന്തൊക്കെ ഇവിടെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സീഷാങ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കാര്യം ജോൺദനും അറിയത്തില്ലല്ലോ. അങ്ങനെ സീഷാങ് ആകെ വട്ടുപിടിച്ച് നിൽക്കുകയാണ്. സീഷാങ് എന്നിട്ട് ജാങ് എഴുതി വെച്ച ചെറിയ നോട്ടുകളൊക്കെ നോക്കുകയാണ്. സീഷാങ്ങിന് ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം, ഏതൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്, അവന് അലർജി ഉള്ളത് ഏതൊക്കെ ഫുഡിലാണ്, അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ജോൺദൻ വന്നിട്ട് സീഷാങ്ങിനോട് പറയുന്നുണ്ട്, ജാങ് നിന്നെ വളരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ നിന്നും പോയത് നിനക്ക് മാത്രമാണ് നഷ്ടം. അതൊക്കെ കേൾക്കുമ്പോൾ സീഷാങ്ങിന് വീണ്ടും വിഷമം വരികയാണ്. ഈ സമയം കൊണ്ട് ജാങ് അവന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവന്റെ അമ്മ ജാങ്ങിന്റെ ജോലി കഴിഞ്ഞോ, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അവിടുത്തെ ജോലി തൽക്കാലത്തേക്ക് കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലാന്ന്. ജാങ് തിരികെ വീട്ടിലെത്തിയതിൽ സോങ്ങിന് ഒരുപാട് സന്തോഷമുണ്ട്. അവൻ ആദ്യമായിട്ടല്ലേ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ഡ്രിങ്ക് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കുകയാണ്. പക്ഷെ ജാങ്ങിന് മാത്രം തീരെ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ഇപ്പോഴും ഓർക്കുന്നത് സീഷാങ്ങിനെ കുറിച്ചിട്ടാണ്. സീഷാങ്ങിനെ വിട്ടുവന്നതിൽ അവന് ഒരുപാട് സങ്കടമുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ സീഷാങ്ങിന്റെയും അവസ്ഥ. അവന് ഫുഡ് കഴിക്കാനൊന്നും സാധിക്കുന്നില്ല. ജാങ്ങിനെ തന്നെ ഓർത്തോണ്ടിരിക്കുകയാണ്. ജാങ് സീഷാങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുകയാണ്. അത്രയധികം ജാങ് അവന് ഹെൽപ്പ് ചെയ്തിട്ടാണ് അവൻ ജാങ്ങിനോട് ഈ ഒരു ചതി കാണിച്ചത്. അവൻ ഒരിക്കലും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു എന്ന് അവനിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവൻ ഒരുപാട് കുറ്റബോധത്തോടെ അവിടെ ഇരിക്കുകയാണ്. ജാങ് ജോലി തീർത്ത് തിരിച്ചു വന്ന സന്തോഷത്തിൽ അവൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാങ് ഉറങ്ങി പോവുകയാണ്. അവന്റെ അമ്മ പറയുന്നുണ്ട്, ജാങ് അവന്റെ ജോലി ചെയ്ത് തീർത്തതിനു ശേഷം തിരികെ വന്നതാണോ അല്ലെങ്കിൽ അവനെ പിരിച്ചു വിട്ടതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. സോങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആന്റി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ജാങ് എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക. അല്ലെങ്കിൽ അവനോട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുകയാണെങ്കിൽ അവന് തന്നെ വിഷമാവും. അവന്റെ അമ്മ വീണ്ടും പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഡോക്ടർ ഇഞ്ചക്ഷൻ മാറ്റി കുത്തിയത് കൊണ്ടാണ് അവന്റെ കേൾവി ശക്തി പോയത്. ഞാൻ അന്ന് തന്നെ അവനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോഴും സോങ് അവന്റെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജോൺദൻ സീഷാങ്ങിനോട് ഓഫീസിലെ വർക്കുകൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിലും സീഷാങ് എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാനത് കഴിക്കാനായിട്ട് പോവുകയാണ്. ജാങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ജോൺദൻ പറയുന്നുണ്ട്, എന്നാ പിന്നെ വേഗം പോയിട്ട് ജാങ്ങിനെ വിളിച്ചോണ്ട് വരാനായിട്ട്. അത് കേട്ടതും സീഷാങ്ങിന്റെ മനസ്സിലെ ലഡ്ഡു പൊട്ടുകയാണ്. അവൻ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ജാങ്ങിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ജാങ് ആണെങ്കിൽ സീഷാങ്ങിനെ കണ്ട ഉടനെ തന്നെ ആ ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. ജാങ്ങിന്റെ അമ്മ അവനോട് ആരാ പുറത്തു വന്നേക്കുന്നേ, എന്തുകൊണ്ടാണ് ജാങ് ഡോർ തുറക്കാത്തെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പുറത്തു വന്നിരിക്കുന്നത് അവന്റെ ബോസ് ആണെന്ന്. ജാങ്ങിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ജാങ് അവിടുത്തെ ജോലി ചെയ്ത് തീർത്തതല്ലേ, പിന്നെന്തിനാണ് ബോസ് ഇങ്ങോട്ട് വന്നത്? ജാങ് ഇനി അവിടുത്തെ ജോലി തീരാതെ തല്ലൂടി വന്നതാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും
ജാങ് അതിനൊന്നും മറുപടി പറയുന്നില്ല. ഉടനെ തന്നെ അവന്റെ അമ്മ കുറച്ച് പൈസ അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അവന്റെ അമ്മയ്ക്ക് കുറച്ച് ഉപ്പ് മേടിക്കാനും പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ജാങ്ങിനെ പുറത്താക്കുകയാണ്. എന്നിട്ട് സീഷാങ്ങിനോട് ഉപ്പ് വാങ്ങിയിട്ട് പതുക്കെ വന്നാ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ സീഷാങ്ങും ജാങ്ങും കൂടി പുറത്തേക്ക് പോവുകയാണ്. ജാങ് ഒരുപാട് ദേഷ്യത്തിൽ മുൻപിൽ നടക്കുകയും സീഷാങ് ആണെങ്കിൽ ഒരു പപ്പിക്കുട്ടിയുടെ പോലെ അവന്റെ പിന്നാലെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. സീഷാങ് ജാങ്ങിന്റെ പിന്നാലെ തന്നെ വരുന്നത് കാണുമ്പോൾ ജാങ് പറയുന്നുണ്ട്, നീ പേടിക്കാതെ പോയി റെസ്റ്റ് എടുത്തോ. നീ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കാര്യം ഞാൻ ജോൺസനോട് പറയത്തില്ലാന്ന്. സീഷാങ് പറയുകയാണ്, നീ ആ കാര്യം ജോൺസനോട് പറയാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോൾ വന്നത് നിന്നോട് സോറി പറയാനായിട്ടാണ്. എന്നിട്ട് അവൻ ജാങ്ങിന് ഇരിക്കാനുള്ള സ്ഥലം നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ജാങ് ആണെങ്കിൽ സീഷാങ് സോറി പറയുന്നത് കേൾക്കാനായിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. സീഷാങ് ജാങ്ങിന്റെ അടുത്ത് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാങ്ങിന്റെ നോട്ടം കണ്ടിട്ട് അവന് പേടിയൊക്കെ ആവുകയാണ്. അങ്ങനെ അവൻ ഇരിക്കാതെ നിന്നുകൊണ്ട് സോറി പറയുകയാണ്. ഞാൻ നിന്നോട് ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. നിനക്ക് ചെവി കേൾക്കാൻ കഴിയാത്തത് ഞാൻ മുതലെടുത്തു. എന്നിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഞാൻ എന്തൊക്കെ നിന്നോട് പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്ത തെറ്റിന് പകരമാവില്ല. പക്ഷേ നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? നിനക്ക് വീണ്ടും എന്റെ കെയർടേക്കർ ആയിക്കൂടെ? ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല, പ്ലീസ്. ജാങ് അവനോട് ഈ ചിത്രങ്ങളെല്ലാം അവൻ തനിയെ വരച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ സീഷാങ് പറയുന്നുണ്ട്, ആ ചിത്രങ്ങളെല്ലാം അവൻ തനിയെ വരച്ചതാണ്. അവന് ചിത്രങ്ങൾ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടാണെന്ന്. ജാങ് വീണ്ടും ചോദിക്കുകയാണ്, അവൻ എന്തിനാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന്. സീഷാങ് ആ സമയത്ത് അവന്റെ അച്ഛനെയും അവന്റെ കസിൻ ബ്രദറിനെയും ഓർക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ജാങ്ങിനോട് പറയാനായിട്ട് തയ്യാറാകുന്നുണ്ട്. എന്റെ അച്ഛന്റെ ആഗ്രഹം ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഇനി മുതൽ ഞാൻ നോക്കി നടത്തണമെന്നാണ്. പക്ഷെ അതിനെനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ സ്ഥാനം എന്റെ കസിൻ ബ്രദറിന് കൊടുക്കാനായി ഞാൻ അച്ഛനോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷെ എന്റെ അച്ഛന് ചേട്ടനെ ഒട്ടും ഇഷ്ടമല്ല. ജാങ് പറയുന്നുണ്ട്, സീഷാങ്ങിന് അവന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൂടെയെന്ന്. അതിന് സീഷാങ് പറയുകയാണ്, എനിക്ക് ഈ ഫാമിലി ബിസിനസ് നോക്കി നടത്താൻ ഒട്ടും താല്പര്യമില്ലാന്ന് എന്റെ അച്ഛനോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അച്ഛനെ എനിക്ക് വളരെയധികം പേടിയാണ്. എന്റെ അച്ഛന് എന്താണോ കേൾക്കേണ്ടത് അത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യാന്ന് പറയാനേ പറ്റത്തില്ല. ഞാൻ ശരിക്കും ഒരു യൂസ്ലെസ് ആണല്ലേ. എന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവുമില്ല. ജാങ് പറയാണ്, ആരാ പറഞ്ഞത് നീ യൂസ്ലെസ് ആണെന്ന്? നിനക്ക് നിന്റെ അച്ഛനെ പേടിയായത് കൊണ്ടല്ല നീ തിരികെ ഒന്നും പറയാത്തത്. പകരം നിനക്ക് നിന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടാണ്. നിന്റെ അച്ഛനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചോണ്ടാണ് നിനക്ക് ഈ ബിസിനസ് നോക്കാൻ പറ്റില്ല എന്ന് നീ തുറന്നു പറയാത്തത്. സീഷാങ്ങിനും അത് ശരിയാണെന്ന് മനസ്സിലാവുകയാണ്. എന്നിട്ട് ജാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, അവന്റെ കെയർടേക്കറായി ഇനിയും തിരിച്ചു വരുമോന്ന്. അതിന് ജാങ്, ഇപ്പോൾ സീഷാങ്ങിന് ഒരു കുഴപ്പമില്ലല്ലോ, അവന്റെ കാല് ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സീഷാങ് പറയുന്നുണ്ട്, അവന്റെ കാല് മാത്രമേ ശരിയായിട്ടുള്ളൂ, അവന് ഇനിയും ഒരുപാട് മുറിവുകൾ ഉണ്ടെന്ന്. അത് കേട്ടതും ജാങ് എഴുന്നേറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ്. സീഷാങ് അവനെ തടയാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ജാങ് പറയുന്നത്, അവൻ പോകുന്നത് അവന്റെ ബാഗും സാധനങ്ങളും പാക്ക് ചെയ്യാനാണ്. അവൻ ഇപ്പോൾ തന്നെ സീഷാങ്ങിന്റെ അടുത്തേക്ക് വരാന്ന്. അങ്ങനെ സീഷാങ്ങിനും ഒരുപാട് സന്തോഷാവുകയാണ്. അങ്ങനെ ജാങ് സീഷാങ്ങിന്റെ അടുത്തേക്ക് തിരികെ എത്തുകയാണ്. സീഷാങ്ങിന് ഒരു കുഞ്ഞ് പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. അവന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിൾ അവനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. ആ സമയത്ത് സീഷാങ് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിപ്പിക്കുന്നേ? നീ എന്റെ ചേട്ടനാണോന്ന്. ജാങ് അതേന്ന് പറയുമ്പോൾ സീഷാങ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന്. ജാങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവന് ചുണ്ടിളകുന്നത് വെച്ച് എന്താ പറയുന്നേ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മുന്നേ സീഷാങ് പറഞ്ഞതും ജാങ്ങിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ സീഷാങ് ആ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന്. അങ്ങനെ ജാങ്ങും അതിന് ഓക്കെ പറയുകയാണ്. സീഷാങ്ങും നല്ല കുട്ടിയായിട്ട് എല്ലാ വെജിറ്റബിൾസും കഴിക്കുന്നുണ്ട്. ജാങ് അവനെ കെയർ ചെയ്യുമ്പോൾ
അവന് ഒരുപാട് സന്തോഷം തോന്നുവാണ്. ജോൺസൺ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഷിൻജ അവൻ ആക്രമിക്കാനായിട്ട് പിന്നാലെ വരുന്നത്. അവനൊരു മണ്ടനായത് കൊണ്ട് തന്നെ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ആക്രമിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ജോൺസൺ അവനെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് 2 ഇടിയും കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം ഡോങ് പറഞ്ഞയച്ച ശരിക്കുള്ള ഗുണ്ട കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ ഡോങ്ങിനെ വിളിക്കുകയും ഞാൻ സീഷാങ്ങിന്റെ അസിസ്റ്റന്റിനെ കണ്ടുപിടിച്ചു, ഇനി ഞാൻ അസിസ്റ്റന്റിനെ ഫോളോ ചെയ്തിട്ട് സീഷാങ്ങിനെ കണ്ടുപിടിക്കുകയും അവനെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തിലുള്ള സീഷാങ്ങിന്റെയും ജാങ്ങിന്റെയും ഇടയിലേക്ക് ആ ഗുണ്ട കൂടി കടന്നു വരികയാണ്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.